തുടക്കക്കാർക്ക് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ മാഗി ക്യൂബ് 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു 4 മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് മാഗി ക്യൂബ് ആയിപ്പോണെങ്കിൽ നമുക്ക് ഉപ്പ് ഒരുപാടായിപ്പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ചതച്ച് അതിലേക്ക് ഒരു ക്യാപ്സിക്കം റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് ഒരു ക്യാപ്സിക്കം. ഈ സമയം ഞാൻ അരിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്ക് വെക്കുന്ന പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ടാണ് അരിക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. എക്സ്ട്രാ 2 ഉണക്ക നാരങ്ങയും കൂടെ ഉണ്ട്. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നമ്മളൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിക്കാം, അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിന്ന് വേവട്ടെ. ഇതിലേക്ക് വീണ്ടും വരാം. ഇതിൽ ഞാനൊരു സവാള ആഡ് ചെയ്യുന്നുണ്ട്. റൗണ്ടിലായിട്ട് കട്ട് ചെയ്ത ഒരു സവാളയും, പിന്നെ നമ്മൾ മുമ്പേ ഇട്ട പോലെ ഒരു ഉണക്ക നാരങ്ങ, ഒരു ക്യാരറ്റ്, എല്ലാം ഞാൻ ഓരോന്ന് വെച്ചിട്ട് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി, എല്ലാം ഞാൻ റൗണ്ടിലാണ് അരിഞ്ഞിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞ് ഇതിൽ ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇതിലൊരു മല്ലിയില, ഒരു മല്ലിയിലയല്ല കുറച്ച് മല്ലിയില, ലാസ്റ്റ് പൊടികളിടാം. അതിലേക്ക് ഞാൻ മുഴുവൻ ജീരകം, പെരുംജീരകമാണ് ഇടുന്നത്. ഒരു 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 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ഇടുന്നുണ്ട് കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇത്രയും മതി. മുളക് പൊടി ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്, ഒരിത്തിരി കൂടുതൽ ഇട്ടത്. പിന്നെ സൺഫ്ലവർ നന്നായിട്ട് ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഇളക്കി വെക്കാനുണ്ട്. ഈ സമയത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അരി ഒരു 3/4 വേവ് മാത്രമായാൽ മതി. അപ്പം തന്നെ അരി ഊറ്റി മാറ്റി വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ചോറ് ഒട്ടിപ്പോവും. അപ്പോൾ ഒരു 3/4 വേവാവട്ടെ, അരി നമുക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഇതെല്ലാം കൂടെ ഇളക്കി നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുക. ഇനിയിപ്പം നമുക്കിതിനെ വേവിച്ചെടുക്കണമല്ലോ. ഞാനിത് ആണ്ട് ഗ്യാസിലേക്ക് വെക്കുക. അപ്പോൾ അടച്ചു വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓർത്തതായിട്ടോ, പച്ചമുളക് ഇട്ടില്ല. എല്ലാവരും തുടക്കത്തിൽ തന്നെ ഇടുക, ഞാൻ മറന്നു പോയിട്ടാണ്. വീണ്ടും ഞാൻ പെട്ടെന്ന് ഇട്ട് കൊടുത്തു. ഇതൊക്കെ വെന്ത്, ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെന്ത് അതിൽ നിന്ന് ഇറങ്ങുന്ന ആ വെള്ളത്തിൽ ഒരു ബൗളിൽ കുറച്ച് വെള്ളം മാറ്റി വയ്ക്കാം. ചോറ് ഞാൻ വെന്ത് ഊറ്റിയിട്ടുണ്ടായിരുന്നു. ചോറ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ദമ്മിടാൻ വേണ്ടി തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ചോറിട്ടു, അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന വെള്ളം, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ അതുപോലെ തന്നെ ചോറിടുക. നമുക്ക് ബിരിയാണി ദമ്മിടുന്ന പോലെ തന്നെ ചോറിടുന്നു. വീണ്ടും ആ വെള്ളമൊന്നും ഒഴിക്കുന്നുണ്ട്. ഞാൻ 2 വട്ടമേ ഇടുന്നുള്ളൂ, 2 ലെയർ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ വീണ്ടും ചോറൊക്കെ ഇട്ട് നല്ലപോലെ ദം ചെയ്യുക. ലാസ്റ്റ് നമ്മുടെ ആ വെള്ളം ഒന്ന് ഒഴിക്കുക. പിന്നെ ഇതിനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ചമുളക് കുത്തി വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് പച്ചമുളക് ഒത്തിരി ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളകൊക്കെ നന്നായിട്ട് കുത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്കൊരു മഞ്ഞ കളർ വേണമല്ലോ, മഞ്ഞൾപ്പൊടിയാണ് കലക്കി ഒഴിക്കുന്നത്. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഇടയ്ക്കൊരു മഞ്ഞ കളർ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇനി നമുക്കിത് സ്മോക്ക് ചെയ്യണം. ഞാൻ നല്ലതായിട്ട് കണലെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീൽ പാത്രത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് ചോറിലോട്ട് ഇറക്കി വെച്ച് അപ്പം തന്നെ അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഈ സ്മോക്കൊന്നും വെളിയിൽ പോവാതെ ഒരു വെയിറ്റും കൊടുക്കാം. ഇനി ഇത് ദം ചെയ്യണം. ഞാൻ ദം ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല, ദം ചെയ്തിട്ടുണ്ട് ഞാൻ. നല്ലപോലെ ദം ചെയ്തതിന് ശേഷം നമ്മുടെ ദമ്മൊക്കെ കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് നല്ല മണം വരും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടോ, നല്ലൊരു മണം വരും. അപ്പോൾ ഇതൊക്കെ എടുത്ത് മാറ്റി ചോറ് നമ്മൾ നന്നായിട്ട് ഇളക്കണം. ഇളക്കുന്ന സമയത്ത് നമ്മുടെ ചോറ് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇതിനെ നന്നായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അരിയുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു 3/4 വേവാകുമ്പോൾ തന്നെ അരി നമ്മൾ ഊറ്റി മാറ്റി വയ്ക്കും. ദം ചെയ്യുന്ന സമയത്ത് അരി നന്നായിട്ട് ഒന്നും കൂടെ വേവും. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് വേവിനെ മാറ്റി വയ്ക്കുന്നെങ്കിൽ നമുക്ക് കിട്ടാതെ പോവും കറക്റ്റായിട്ട്. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ തന്നെ നമ്മൾ അരി മാറ്റി വയ്ക്കുക, അരി ഊറ്റി വയ്ക്കുക. അപ്പോൾ ദേ ഞാൻ വിളമ്പി, ഇവിടെ റെഡിയാണ് എല്ലാം. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. തുടക്കക്കാർക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്കാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും ഇത് ഒരുപാട് യൂട്യൂബേഴ്സിൽ നിന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. താങ്ക് യു.